शतमानं भवति शताज पुरुषः सदेन्द्रजहाजुषेवेन्द्रजे प्रतिष्ठति धनं धान्यं पशुं भगपुत्रलाभं शतसंवत्सरं दीर्घमायुः सर्वाभीष्टप्रसादफलसिद्धिरस्तु. സോസി, ഞാൻ പോയി തൊഴുതിട്ട് വരാച്ച. രേവതി, ഹായ്. വാ, നീ നമുക്ക് പോകാം. എന്നെ നാണം കെടുത്തിട്ട് പിന്നെ വരുന്നുണ്ടോ? നമ്മൾ കണ്ടിട്ട് എത്ര നാളായി. എടാ മോനെ, സൂപ്പർമാനോ? ഇവന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കാ നമ്മൾ കണ്ടത്. നിനക്ക് സുഖമാണോ? നീ നിക്കാൻ പറഞ്ഞാ നിക്കണം, അല്ലെങ്കിൽ പൊക്കോണം അല്ലേ? നീയൊക്കെ ആണോടി കൂട്ടുകാരി? ഇനി എങ്ങാണോ എന്റെ പുറകെ വന്നാലുണ്ടല്ലോ പറഞ്ഞേക്കാം. എടി, തൊഴാൻ വന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു വേദന. എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളെ അന്ന് സുസിയോടൊപ്പം ഹോട്ടലിൽ കണ്ടതാണല്ലോ. രേവതിയോട് എനിക്ക് കുറച്ച് സംസാരിക്കണം. ഒരു 5 മിനിറ്റ്. സന്തോഷം എന്ന് പറയുന്നത് ആ ഒരു അല്പനിമിഷം മാത്രമേ അവൾ കണ്ടിരുന്നുള്ളൂ. എന്നെ കൈവിടല്ലേ ബില്ലു എന്ന് പറഞ്ഞ ആ ശബ്ദം ഇന്നും എൻ്റെ കാതിലുണ്ട്. ഇതൊന്നും അറിയാതെ അവള് പാവ സൂസി. നിങ്ങളെ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഞാൻ ആരാന്ന് അവള് മനസ്സിലാക്കാഞ്ഞപ്പോ എനിക്ക് എന്ത് വിഷമായെന്നറിയാവോ? പക്ഷേ നിങ്ങളുടെ കല്യാണം അടുത്തപ്പോഴേക്കും എനിക്ക് എന്തു പറയണമെന്നറിയില്ല. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. പക്ഷേ അവളുടെ അച്ഛൻ അറിയാൻ പാടില്ല. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കൊന്നുകളയും. അവളുടെ അച്ഛൻ്റെ കാര്യം വിട്ടേക്ക്. എന്തിന്? ഞാനിപ്പോൾ ഇവിടെ ഒറ്റയ്ക്കല്ലേ വന്നിരിക്കുന്നത്. എൻ്റെ കുടുംബത്തിലുള്ളവർക്കും കൂട്ടുകാർക്കും നാട്ടിലുള്ളവർക്കും സുസിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നൊന്നും അറിയില്ല ഇതുവരെ. അറിഞ്ഞാൽ അവർ വല്ലാതെ വേദനിക്കും. അത് വേണ്ട. ചിദംബരത്തിനെ ഫേസ് ചെയ്യാൻ ഞാൻ മാത്രം മതി. നിങ്ങൾക്കൊരു കുഴപ്പവും വരില്ല. എങ്ങനെയെങ്കിലും അച്ഛനെ നിങ്ങൾ നേരിടും. പക്ഷെ എങ്ങനെ സുസിയെ മനസ്സിലാക്കിയെടുക്കും? അവള് മനസ്സിലാക്കും. എനിക്കാ വിശ്വാസമുണ്ട്. ഇനിയും കൊടുത്തില്ല. എന്താ പറയാം? കൊടുക്കടാ. ഹേയ്, വെയിറ്റ് 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 വെയിറ്റ്. എന്താന്ന് പറയ? സർപ്രൈസ്. ഹേയ്, കൂൾ 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 കൂൾ. എന്താണിത്? ഓക്കേ, സൂസി, ഷോ യുവർ ഹാൻഡ്. സൂസി, come on. No. Come on. സൂസി, ഷോ യുവർ ഹാൻഡ്. Fine. ഹേയ്, വെരി നൈസ്. ഇതെപ്പോഴാ വാങ്ങിയത്? അറിയില്ല. ഞാൻ പറയാം. അത് ഞാനിട്ടതാണ് സൂസി. ബി എന്ന് വെച്ചാ ബില്ലു. അതെന്റെ പേരാ. എടാ, നീ ഫംഗ്ഷനിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയവനല്ലേ? വീട്ടിൽ വെച്ച് നീ എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല സൂസി. ഷോക്കായി പോയി. പിന്നെ ഡോക്ടറോട് ഫോൺ ചെയ്ത് ചോദിച്ചപ്പോഴാണ് മനസ്സിലായേ. പ്രശ്നം ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് പോയിക്കോ. ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ സൂസി. എടാ, ഞാൻ ആരാണെന്ന് അറിയാതെയാണ് നീ എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. നീ എന്നോട് സംസാരിച്ച കാര്യം എന്റെ അച്ഛൻ അറിഞ്ഞാ പോയിക്കോ. സൂസി, സൂസി പോവല്ലേ, നിക്ക്. പറയുന്ന കേക്ക് സൂസി. സൂസി, എടാ, ഞാൻ പറയുന്നത് കേക്ക്. ഹേയ്, എടാ, നീ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുക. ഐ വിൽ കോൾ ദ പോലീസ്. എടാ, എന്റെ പ്രശ്നം നിനക്ക് മനസ്സിലാവില്ല. ഞാൻ വല്ലാണ്ട് അപ്സെറ്റ് ആയിരിക്കുക. അതാ. മനസ്സിലായല്ലോ? പൊയ്ക്കോ. സൂസി, ഒന്ന് നിൽക്കണം. എന്നെ കണ്ട് പേടിക്കല്ലേ സൂസി. നീ വിചാരിക്കുന്ന പോലെ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. നിന്നോട് കുറച്ച് സംസാരിക്കണം, അത്രേ ഉള്ളൂ. വാ സൂസി, പേടിക്കാതെ വാ സൂസി. സൂസി, സൂസി, സൂസി. ഇതൊക്കെ സൂക്ഷിച്ചു വരേണ്ട കാര്യമില്ലേ? ഇതിട്ടോ.
നിനക്ക് എന്താ വേണ്ടത്? ഇവിടുന്ന് പോയിക്കോ പ്ലീസ്. ആഹാ, ഞാനിപ്പോ ഇവിടുന്ന് പോയാ പിന്നെ നീ എന്നെ കാണുമ്പോ കുത്തിന് പിടിച്ച് നീ എന്തിനാ എന്നെ വിട്ടച്ചു പോയെന്ന് ചോദിച്ചാ മറുപടി ഞാൻ എന്ത് പറയും നിന്നോട്? സത്യമായിട്ട് നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയില്ല. അയ്യോ, നിനക്കറിയില്ലെന്ന് എനിക്കറിയാം സൂസി. അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. നീ കേരളത്തിൽ വന്നപ്പോ നമ്മൾ രണ്ടുപേരും പ്രേമിച്ചിരുന്നു. സത്യമായിട്ടും ഞാൻ കുറച്ച് വിട്ടുകൊടുത്തപ്പോ നിന്റെ അച്ഛൻ എന്നെ അടിച്ചിട്ടിട്ട് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അയ്യോ, നീ പറയുന്നത് സത്യമായിരിക്കും. നീ എന്നെ ജീവന തുല്യം സ്നേഹിച്ചിരിക്കാം. ഒന്നും വേണ്ട പ്ലീസ്. എന്റെ അച്ഛനെ കുറിച്ച് നിനക്ക് ഒന്നും അറിയില്ല. മതി, ഒന്ന് നിർത്ത്. എപ്പോ നോക്കിയാൽ ഇത് തന്നെയാ. എന്ത് കണ്ടാലും എവിടെ തിരിഞ്ഞാലും നിനക്ക് പേടിയാ. നിന്റെ അച്ഛൻ നിന്നെ പേടിപ്പിച്ച് വളർത്തി. അതാണ് നിന്റെ കുഴപ്പം. എന്തിനാ നീ പേടിക്കുന്നേ? നിന്റെ അച്ഛൻ എന്ത് ചെയ്യുമെന്നാ? വെട്ടിക്കളയോ? ആ, വെട്ടാൻ പറ. സൂസി, 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 എന്നെ വിശ്വസിച്ച് നീ പറഞ്ഞതല്ലേ? ഞാൻ മറന്നാലും നീ എന്നെ കൈവിടലെന്ന് പറഞ്ഞതല്ലേ സൂസി? അതനുസരിക്കാതെ ഞാൻ ഓടി ഒളിക്കാൻ പറയാണോ? എന്താ സൂസി? ഞാനില്ലാതെ നിനക്ക് ജീവിക്കാനാവില്ല. സത്യ സൂസി പറയുന്നേ. എന്നെ വിശ്വസിക്ക് സൂസി. സൂസി, കൊല്ലണവനെ. സൂസി, ഞാൻ ഇത്രമാത്രം പറഞ്ഞിട്ട് നീ വിശ്വസിക്കുന്നില്ലേ? സൂസി, പറയുന്നത് കേക്ക് സൂസി. നിക്കവിടെ. സൂസി, അച്ഛാ പ്ലീസ്. സൂസി, സൂസി, വാ പോകാം. അച്ഛാ, അവൻ നമ്മളെ സൂസി, വിശ്വസിച്ച പോലെയൊന്നും അല്ല. സൂസി, പോകല്ലേ സൂസി. സൂസി, പോകല്ലേ. വരുന്നു സൂസി. ഞാൻ അറിയാതെ വന്നതാ. ഹേയ്, അല്ല, വേണ്ട, നീ ഇപ്പൊ ദേഷ്യത്തിലാ. ഞാൻ അല്ലടി, പോയിട്ട് പിന്നെ വാടി അകത്തോട്ട്. ഞാൻ നിന്നോട് ദേഷ്യപ്പെടൂ? അല്ല, ഞാൻ വിചാരിച്ചു നീ എന്നെ അടിച്ചിറക്കുന്ന. അന്ന് ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ എന്ന് ഓർത്ത് ഓടി വന്നതാ. അന്ന് നീ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും പോയി. നിന്നെ വഴക്ക് പറയാൻ വേണ്ടിയാ വന്നത്. അത് ഞാനാ ചെയ്യേണ്ടത്. നീ കൂടുതലൊന്നും മതി, പറയണ്ട. നീ കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ എന്താ ചെയ്തേ? പറഞ്ഞാലങ്ങ് മനസ്സിലാവാൻ പോവല്ലേ? ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് നീ എന്നെ കളിയാക്കുവാണോ? ഞാൻ എന്താ ചെയ്തേ? ആ ഹോട്ടലിൽ വെച്ച് നാണം കെടുത്തിയത് ഓർമ്മയുണ്ടോ? ഞാനോ? പിന്നല്ലാതെ ഞാനോ? നിനക്കെന്താ പ്രാന്ത് പിടിച്ചേ? എനിക്കത് വേണം. കൊള്ളാവടി, കൊള്ളാം. ഞാൻ അങ്ങനെ തന്നെയാ. എടി, എന്റെ ശബ്ദം മാതിരി ഉണ്ടല്ലോ. മാതിരിയല്ലേടി, നിന്റെ ശബ്ദം തന്നെയാ. ആരാ ഫോണില്? ഞാൻ വെറുതെ പ്ലേ ചെയ്ത് കേട്ടെന്നേ ഉള്ളൂ. സൂസിയുടെ ശബ്ദം കേൾക്കണം തോന്നുമ്പോൾ ഞാനിത് ഇടയ്ക്ക് പ്ലേ ചെയ്ത് കേൾക്കും. അവളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു എനർജി കിട്ടും. എൻ്റെ റിംഗ് ടോൺ മാറ്റി, വീട് മാറ്റി, ഞങ്ങളുടെ സ്ഥലം തന്നെ മാറ്റിമറിച്ചു. എന്താ നോക്കുന്നേ? ദിവസവും ഞാൻ സൂസിയുടെ പുറകെ നടക്കുന്നതുകൊണ്ട് ഭ്രാന്താണെന്ന് വിചാരിച്ച് കാണും അല്ലേ? അവൾ എന്നെ ജീവനതുല്യം സ്നേഹിച്ചിരുന്നതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നിനക്കറിയില്ല രേവതി. എന്തോ നിസ്സാര കാര്യം പറയുന്ന പോലെ പറയോ, വാ നമുക്ക് രണ്ടുപേർക്കും തെറ്റ് ചെയ്യാന്ന്. ഇത് എന്താടി പറയുന്നതെന്ന് ചോദിച്ചപ്പോ ഡോക്ടർ പറയുന്ന പോലെ ഞാൻ നിന്നെ മറന്നെങ്കിലോ, അതുകൊണ്ടാടാ എന്നും പറഞ്ഞ് കന്നുപോലെ കരയ. അവൾക്ക് നീന്താൻ അറിയില്ല രേവതി. ഒരു ദിവസം ഫിഷിംഗ് ബോട്ടും എടുത്ത് കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. നടുക്കടലിലേക്ക് പെട്ടെന്ന് വെള്ളത്തിലോട്ടൊരു എടുത്തിയാട്ടം. ഞാൻ പെട്ടെന്ന് പൊക്കിയെടുത്ത് എന്താടി നീന്തലറിയാതെ ചാടിയെന്ന് ചോദിച്ചപ്പോ നീ ഉണ്ടല്ലോ ബില്ലു എന്ന് അവൾ പറയ. അവളെ കളഞ്ഞിട്ട് എനിക്ക് എങ്ങനെ പോകാൻ കഴിയും രേവതി? അവളുടെ മനസ്സൊന്നും മാറ്റിയെടുത്ത രേവതി, അവളുടെ അപ്പൻ തൊപ്പൻ ആരാണെങ്കിലും ശരി ഇവിടെ ഞാൻ പൊക്കിയെടുത്തോണ്ട് പോവളെ. പക്ഷെ അവള് പൂർണ്ണ മനസ്സോടെ വരണം. ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി ഞാൻ കാത്തി. സുസി, നീയും ബില്ലു. എനിക്കതിനെ കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല. എന്റെ കല്യാണമാ, തീർച്ചയായും വരണം. ദയവേത് നിന്റെ കൂട്ടുകാരനോട് നാട്ടിലേക്ക് പോകാൻ പറ. സൂസി, ബില്ലു, നീ എന്തെല്ലാം പറഞ്ഞിട്ടും അവള് വിശ്വസിച്ചില്ല. ഇത്രയൊക്കെ ആയിട്ട് നീ അവളെ വിശ്വസിക്കാണോ? വിശ്വസിക്കുക. എടാ, ഭ്രാന്താണോ നിനക്ക്? അവള് വേറെ ആളെ കെട്ടാൻ പോന്നു. ബാംഗ്ലൂരിൽ അവളുടെ അച്ഛനെ നേരിടാൻ നിന്നെ കൊണ്ടാവില്ല. ആ ഇൻവിറ്റേഷൻ ഒന്ന് തുറന്നു നോക്ക്.
സൂസി വിത്ത് ബില്ലു. എന്റെ സൂസിയോടൊപ്പം ഒരുത്തന്റെ പേര് പോലും വരാൻ പാടില്ല. ഇല്ല